ഒരു മുന്നണിയിലുമില്ലാതെ നിൽക്കാൻ കേരള കോൺഗ്രസിന് കഴിയില്ലെന്ന അഭിപ്രായം ചരൽക്കുന്നിൽ വെച്ച് തന്നെ ജോസഫ് വിഭാഗം ഉയർത്തിയിരുന്നു. UDF ബന്ധം ഉപേക്ഷിക്കുന്നത് താൽക്കാലികമാണെന്ന ഉറപ്പിലാണ് പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള തീരുമാനം ജോസഫ് വിഭാഗം അംഗീകരിച്ചത്. പാർട്ടി ചെയർമാന്റെ തീരുമാനത്തോട് പരസ്യമായി പ്രതികരിക്കുന്നില്ലെങ്കിലും ജോസഫ് വിഭാഗം നേതാക്കളെല്ലാം പങ്കുവയ്ക്കുന്ന വികാരം പുതിയ തീരുമാനത്തിന് എതിരാണ്. ആദ്യ ദിവസങ്ങളിൽ പ്രതികരിക്കാതിരുന്നതും കേരള കോൺഗ്രസ് തീരുമാനത്തോടുള്ള പ്രതികരണം PJ ജോസഫ് ചുരുക്കിയതും മറ്റൊന്നും കൊണ്ടല്ല. അത് അങ്ങനെയാണല്ലോ, തീരുമാനമെടുത്ത തീരുമാനങ്ങൾ പാർട്ടി ചെയർമാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇല്ല, വേറൊന്നും പറയാനില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നിന്ന് വിഭിന്നമായി UDF വിടേണ്ട പുതിയ സാഹചര്യം ഇപ്പോഴില്ലെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ പക്ഷം. കോൺഗ്രസിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളോടും യോജിപ്പില്ല. തൊടുപുഴയിലെ ഓഫീസിന് നേരെ കോൺഗ്രസ് ആക്രമണമുണ്ടായിട്ടും കേരള കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നില്ല. മറ്റൊരു മുന്നണിയിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടായാൽ ശക്തമായി പ്രതിരോധിക്കാനാണ് ജോസഫ് വിഭാഗത്തിന്റെ നീക്കം. അതേസമയം കേരള കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം ചിലയിടങ്ങളിൽ തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.